ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടുമുട്ടിയത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നതാണ്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടുമുട്ടിയത് എന്നുള്ളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ്സ് എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് റീഡ് ചെയ്യാം. കിങ് ഓഫ് പെന്റക്കിൾസ്. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ജന്മം കണ്ടുമുട്ടിയത്? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു ജന്മം കണ്ടുമുട്ടിയത്? എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത്? ഇത് വേൾഡ് കാർഡാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന 9 ഓഫ് സോർഡ്സ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം. നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ കൂടി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സമ്മാനിച്ച കാര്യങ്ങൾ ചില്ലറയല്ല എന്നുള്ളതാണ് എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. വളരെയധികം അനുഭവങ്ങൾ സഹിച്ചാണ് നിങ്ങളിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആശകൾ എല്ലാം നഷ്ടമായിട്ടുണ്ടായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. പക്ഷേ എനിക്കിവിടെ കിട്ടുന്ന മെസ്സേജ് എന്നത് നിങ്ങളുടെ വേദനകളുടെ അവസാനമാണ്. ഇനിയും വരാൻ പോകുന്നത് പുതിയ നിങ്ങളുടെ ഒരു വെർഷനാണ്. നിങ്ങൾ ഈ വേദനയിൽ നിന്നും കരകയറും, അതുപോലെ തന്നെ നിങ്ങൾ ഹീലാകും എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ നഷ്ടമായ സമയങ്ങളെ അല്ലെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ വെട്ടിപ്പിടിക്കും എന്നുള്ളൊരു മെസ്സേജും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ബന്ധം ആ ഒരു ബന്ധത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്ക് ജീവിത പാഠങ്ങൾ പഠിക്കാൻ, അതുപോലെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുത്താനാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത്. ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃത്യമായ സമയത്ത് വന്ന ബന്ധമാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡ് നോക്കിയാൽ കാണാം. നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഇതൊരു കർമ്മ കാർഡാണ്. അപ്പം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു ലൈഫ് സൈക്കിളായിരുന്നു നിങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതാണ് നമുക്ക് വേൾഡ് കാർഡ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതൊരു സൈക്കിളായിരുന്നു, അത് ഓൾറെഡി എൻഡ് ആയിട്ടുണ്ട്.
എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതാണ് നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊരു കർമ്മ ബേസ്ഡ് റിലേഷനാണ്. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായി കുറച്ച് ജീവിത പാഠങ്ങൾ പഠിക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി വന്നത് കർമ്മയുടെ ഭാഗമായിട്ടാണ്. നല്ലതും കഠിനവുമായ ചില അനുഭവങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ കൈപ്പേറിയ ജീവിതഘട്ടത്തിലൂടെ പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളോട് തന്നെ പലതവണ ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ ജന്മത്തിൽ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതെന്നൊക്കെ. നമ്മുടെ ജീവിതത്തിൽ ചിലർ വരുന്നു, അതും അപ്രതീക്ഷിതമായി. അവരെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കണക്ഷൻ തോന്നുന്നതിൻ്റെ പിന്നിൽ എല്ലാം ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അതൊരു കർമ്മ ബേസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കണ്ട സമയത്ത് തന്നെ ഈ വ്യക്തിയോടൊരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നീട് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ പോലെ മാറിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധം. അതായത് വളരെയധികം ബുദ്ധിമുട്ടിയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയതെങ്കിലും, അല്ലെങ്കിൽ എത്രയൊക്കെ വേദന സഹിച്ചാണ് നിങ്ങൾ ഇതിൽ പിടിച്ചു നിന്നതെങ്കിലും, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം, പക്ഷെ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു. ഒരുപാട് വേദനകൾ തന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞ്, ചിലവരുടെ കേസിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവർ, പക്ഷെ ചിലവർ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വേദനയിൽ നിന്ന് ഇപ്പോഴും കരകയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കാണുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ്. എത്രയൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ്. കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ടോക്സിക്കാണ്. ആദ്യമൊക്കെ അവർ തമ്മിൽ വളരെയധികം അറ്റാച്ച്മെൻ്റ് ആയിരിക്കും, വളരെയധികം സ്നേഹമായിരിക്കും, കാര്യങ്ങളായിരിക്കും. പതുക്കെ പതുക്കെ ഒരു ടോക്സിക് ലെവലിലേക്ക് അവരുടെ ബന്ധം മാറുന്നതാണ്. പിന്നെ ഒരാളെ ചേസ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതാണ്. ഒരാൾ റണ്ണർ എനർജിയിലും ഒരാൾ ചേസർ എനർജിയിലും ആവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. സെക്കൻഡ് കാർഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി തൻ്റെ സ്നേഹമോ ഇമോഷൻസോ ഒന്നും തന്നെ നിങ്ങളോട് തുറന്നു കാണിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞു, സ്നേഹത്തിനും പരിഗണനയ്ക്കും സ്ഥാനമില്ലാത്ത ഈ ഒരു ബന്ധം നിങ്ങൾക്ക് യോജിക്കില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടത് ഒരുപാട് പണമുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളെ ആയിരിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടത് ഇമോഷണൽ ബോണ്ടിങ് ഉള്ള ഒരു കണക്ഷൻ ആയിരിക്കാം. സന്തോഷം എന്നത് പണം കൊണ്ടല്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിക്ക് നല്ല ജോലി, സാമ്പത്തികം, സ്ഥാനം, സ്ഥിരത എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ സ്നേഹിക്കാൻ ഹൃദയമില്ലെങ്കിൽ ആ ഒരു സ്ഥിരത മീനിങ്ലെസ് ആകുമല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയ പാഠം സ്നേഹം കൊണ്ട് മാത്രമേ ഒരു ബന്ധം ജീവനുള്ളതാകൂ എന്നുള്ളതായിരിക്കാം. നിങ്ങളോട് ഈ ഒരു വ്യക്തി പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞിരിക്കാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രതീക്ഷയെ വളർത്തിയിരിക്കാം. പക്ഷെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാതെ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഫാൻറ്റസി വേൾഡിൽ കഴിയുകയും ചെയ്തു കാണും. നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ജീവിതം മുഴുവൻ നിന്റെ കൂടെ കാണും എന്ന് നിങ്ങളെ വാക്കുകൾ കൊണ്ട് വിശ്വസിപ്പിച്ച വ്യക്തിയായിരിക്കും. അവർ പറഞ്ഞ വാക്കുകൾക്ക് സത്യമില്ലായിരുന്നുവെന്ന് അറിയാൻ നിങ്ങൾ ഒരുപാട് വൈകിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഇനി ആരെയും മനസ്സിൽ ചിന്തിച്ചതുപോലെ സ്നേഹിക്കില്ല, ആളുടെ പ്രവൃത്തി നോക്കണം, വാക്കുകൾ മാത്രം വിശ്വസിക്കരുതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. ഇവിടെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചതായിട്ട് കാണുന്നു. നിങ്ങളെ ഈ വ്യക്തി സപ്പോർട്ട് ചെയ്യാത്തത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. എപ്പോഴും എഫേർട്സ് ഇട്ടത് നിങ്ങളായിരുന്നു. അതായത് ഒന്ന് പിണങ്ങിയാൽ പോലും
നിങ്ങളായിരിക്കാം കോംപ്രമൈസ് ചെയ്ത് അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. ക്ഷമിച്ചത് നിങ്ങളായിരുന്നു, കരുതിയത് നിങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു, ജീവിതമാകുമ്പോൾ അത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ട ഒന്നല്ല. ഒറ്റയ്ക്ക് എല്ലാ ഭാരങ്ങളും ചുമക്കുന്നത് അടിമത്തമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ഇത്രയൊക്കെ വേദനകൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ കൈവിട്ടിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു. നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു, നിങ്ങൾക്ക് തളർച്ചയുണ്ടായി. എന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശം നിങ്ങളെ ഉയർത്തിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്നേഹത്തിന് ആ ഒരു വ്യക്തി അർഹനാണോ എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ഒരു പ്രകാശമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം, മറ്റുള്ളവരുടെ അന്ധകാരം നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തിൻ്റെ മാറ്റ് കുറയ്ക്കില്ലെന്നുള്ള സത്യം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമോഷണൽ ഹീലിംഗ് നടക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു. ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവികമായ പ്രകാശമുണ്ട്. അത് എത്ര വേദന ഉണ്ടായാലും, എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും അത് അണയുന്ന ഒന്നല്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശം ഈ വ്യക്തി കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കെല്ലാം നഷ്ടമായ സമയത്താണ് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞാനാണ് സ്റ്റാർ, എൻ്റെ ഉള്ളിലെ പ്രകാശം ആരാലും കെടുത്താനാകില്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്വയം വളരാനുള്ള അവസരമാണ് മുന്നിലുള്ളത്. നിങ്ങൾ സ്നേഹത്തിൻ്റെ പിന്നാലെ പോയ സമയത്ത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെ പോയി, നിങ്ങളുടെ കഴിവുകൾ എവിടെ പോയി, നിങ്ങളുടെ കരിയർ എല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കേണ്ട സമയമായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആത്മവിശ്വാസം വയ്ക്കുക. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചത് കൊണ്ട് നിങ്ങൾക്കെല്ലാം നഷ്ടമായി പോയി എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ അതിലൂടെ പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിൽ മുന്നേറേണ്ട സമയമായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങൾ ഇനി പഴയ ആളല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കടന്നു വന്ന വഴികൾ നിങ്ങളെ മെച്ചുവേർഡ് ആക്കിയെന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളോട് കള്ളം പറയാൻ ആർക്കും ആകില്ല. ഇനി നിങ്ങളെ ഭയപ്പെടുത്താൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ വേദന കൊണ്ട് വളർന്ന ഒരാളായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾ ഇനി ആരോട് നിങ്ങളുടെ ഹൃദയം തുറന്നാലും അവർ അതിന് അർഹരാണോ എന്ന് ചിന്തിക്കും. സ്നേഹത്തെ വാക്കുകളിലല്ല പ്രവൃത്തിയിൽ കാണിക്കണം എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്നേഹത്തിൽ തുല്യത വേണമെന്നും ഒരാൾ മാത്രം കൊടുക്കുന്നതല്ല എന്നും രണ്ടുപേരും ഇമോഷണലി ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സൈക്കിൾ പൂർത്തിയായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കർമ്മ സൈക്കിളാണ് എൻഡ് ആയത്. ഇതുവരെ ഉണ്ടായ വേദനകളും അനുഭവങ്ങളും വെറുതെയല്ല. ഇന്നത്തെ ശക്തനായ നിങ്ങളെ ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കാർമിക് സൈക്കിളിലൂടെ കടന്നു പോയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജീവിത അനുഭവങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ ഒരു ലെവൽ പൂർത്തിയായിരിക്കുന്നു. പാസ്റ്റ് ലൈഫ് കാർമിക് പാറ്റേൺ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് ക്ലോസ് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളെ സഹായിച്ചതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ തോറ്റുപോയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അതിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തിയത്. ഇമോഷണൽ പെയിൻ എന്നത് നമ്മുടെ ആത്മാവിന് വളരാനുള്ള ഒരു അവസരമാണ്. ഒറ്റയ്ക്ക് കരഞ്ഞു തീർത്ത രാത്രികൾ ഒരിക്കൽ പ്രകാശത്തിൻ്റെ വാതിലാകും നിങ്ങൾക്കായി തുറക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സോൾ ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾ വെളിച്ചത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്, നിങ്ങളും ഈ ഒരു വ്യക്തിയും പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ജന്മം കണ്ടുമുട്ടിയത്. അപ്പം ഈ ഒരു സൈക്കിളിലൂടെ നിങ്ങൾ കുറച്ച് ജീവിത പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്തിനും നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് സ്പിരിച്വൽ അവേക്കനിങ് ആക്കാനും വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഈ ഒരു സൈക്കിൾ എൻഡ് ആകുന്ന സമയത്താണ്
നിങ്ങളൊരു സപ്രഷനിലേക്ക് പോയിട്ടുള്ളത്. അത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ട്രോമ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആരെയൊക്കെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇമോഷണലി വളരെയധികം മെച്ചുവേർഡായി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ് ട്രോമയിൽ നിന്ന് ഇതുവരെയും കരകയറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി കിട്ടുന്നത്. ഇപ്പോഴും നിങ്ങൾ പാസ്റ്റിനെ ഓർത്ത് കരയുന്നു. അല്ലെ നിങ്ങൾക്ക് നഷ്ടമായ സമയത്തെക്കുറിച്ചായിരിക്കാം, നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ കരിയർ ആയിരിക്കാം. അപ്പം എന്തായാലും ഇതൊരു കാർമിക് സൈക്കിൾ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിരുന്നു. നിങ്ങൾ എത്ര ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞാലും ഈ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിരുന്നു. അപ്പം അത് ഓൾറെഡി എൻഡായ ഒരു സ്റ്റേജാണ് കാണുന്നത്. ഈ വേൾഡ് കാർഡാണ് കിട്ടിയത്. ആ ഒരു കാർമിക് സൈക്കിള് എൻഡായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു വേദന നിറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊരു വെളിച്ചത്തിലേക്ക് കടക്കുകയാണ്. അല്ലെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചു വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു സൈക്കിള് വളരെയധികം സക്സസ് ആവുന്നതാണ്. എന്തായാലും ഈ ഒരു സൈക്കിളിൽ നിന്ന് പുറത്തു വരാനാണ് യൂണിവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയതും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ.